നമസ്കാരം, എൻ്റെ പേര് അനീഷ്. കളരി സ്റ്റഡീസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ വിഷയം ബോധിധർമ്മനും കളരിപ്പയറ്റുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ഇന്ന് ആയോധന കലകൾ പരിശീലിക്കുന്നവരുടെ ഇടയിൽ മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യൻ ദേശീയ ബോധത്തിൻ്റെ കൂടെ ഭാഗമായി കഴിഞ്ഞ ഒരു കഥാപാത്രമാണ് ബോധിധർമ്മൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് ചരിത്രപരമായി ബോധിധർമ്മനെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പം നമ്മൾ മിത്തോളജിയും ചരിത്രവും രണ്ട് കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു മിത്ത് അല്ലെങ്കിൽ ഒരു ഐതിഹ്യത്തിന് ഒരു ചരിത്രമുണ്ടാകാം. പക്ഷേ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളല്ല. അതിനാൽ പണ്ടെങ്ങോ നടന്ന ഒരു കാര്യത്തെപ്പറ്റിയോ പണ്ടെങ്ങാനും ഉണ്ടായ ഒരു കാര്യത്തെപ്പറ്റിയോ അത് നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടായതല്ലേ നടന്നതെന്ന് അറിയത്തില്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ഒരു ന്യായീകരണം കഥ പോലെയാണ് ഐതിഹ്യങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ അക്കാഡമിക് ആയിട്ടുള്ള ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എവിഡൻസിൻ്റെ ബേസിൽ എന്താണ് ചരിത്രത്തിൽ നമുക്ക് അറിയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്താണ് ലിറ്ററേച്ചറിൽ നിന്ന് അല്ലെങ്കിൽ ആർക്കിയോളജിയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏറ്റവും പഴയ ബോധിധർമ്മനെക്കുറിച്ചുള്ള പരാമർശം തൊട്ട് ആധുനിക കാലത്തേക്ക് നമ്മളിങ്ങനെ ഒരു ടൈം ലൈൻ ബേസിൽ ഓരോ കാലഘട്ടത്തിലും ഓരോ നൂറ്റാണ്ടിലും ഉള്ള ആ ഒരു ലിറ്ററേച്ചറിൻ്റെ എവിഡൻസിനെ ബേസ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒരു ഒബ്ജക്റ്റീവായിട്ട് നമ്മളതിനെ നോക്കിക്കാണുക മാത്രമാണ്. സോ പ്ലീസ് വാച്ച് ആൻഡ് എൻജോയ്. ഇന്ത്യയിലെ ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ, ആർക്കിയോളജി എന്നിവയിലൊക്കെ ബോധിധർമ്മനെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. ഇതുവരെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് ബോധിധർമ്മനെക്കുറിച്ചോ അദ്ദേഹം ഭാഗമായ ചാൻ ബുദ്ധിസ്റ്റ് സെക്ട് അല്ലെങ്കിൽ സെൻ എന്ന ജാപ്പനീസിൽ അറിയപ്പെടുന്ന ധ്യാന ബുദ്ധമത സെക്ടിനെ കുറിച്ചോ ഒരു ആർക്കിയോളജിക്കൽ എവിഡൻസ് അല്ലെങ്കിൽ ഒരു ലിറ്ററേച്ചർ എവിഡൻസും ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. സൂര്യ അഭിനയിച്ച ഏഴാം മരം എന്ന് പറഞ്ഞ സിനിമയിൽ ബോധിധർമ്മൻ എഴുതിയ ഒരു ബുക്ക് ചെന്നൈയിലെ ഒരു ലൈബ്രറിയിൽ ഉണ്ടെന്നുള്ളതൊക്കെ ആ സിനിമ ഉണ്ടാക്കിയ ആളുടെ ഭാവന മാത്രമാണ്. പിന്നെ ഇന്ന് ചില അമച്വർ ഹിസ്റ്റോറിയന്മാർ അവർ ഓരോ ക്ഷേത്രങ്ങളിലൊക്കെ പോയി ചില ശില്പങ്ങളിലൊക്കെ താടിയുള്ള രൂപങ്ങളൊക്കെ വെച്ച് അതൊക്കെ ബോധിധർമ്മനാണെന്ന് പറയുന്ന ഒരു പ്രവണതയുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നീട് പോകാം. പക്ഷേ ഔദ്യോഗികമായിട്ട് ഇതുവരെ ഒരു തെളിവും ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് തന്നെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് ചൈനയിൽ നിന്ന് ബോധിധർമ്മനെക്കുറിച്ച് എന്തൊക്കെ തെളിവുകളാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. ചൈനീസ് ഭാഷയിൽ ബോധിധർമ്മനെ പൂതി ദാമോ എന്നാണ് പറയുന്നത്. ഇത് പലപ്പോഴും ഷോർട്ടായി ദാമോ എന്നാണ് കാണാറുള്ളത്. ബോധിധർമ്മനെക്കുറിച്ചുള്ള ഏറ്റവും പഴയ പരാമർശം കാണുന്നത് AD 547 യാങ് സ്വാൻസി എന്ന ആൾ രചിച്ച ലോയാങ്ങിലെ ബൗദ്ധമഠങ്ങളുടെ റെക്കോർഡിലാണ്. ഇതിൽ യോങ്നിയാൻ എന്നൊരു മഠത്തിലെ 9 നിലയുള്ള ഒരു പഗോഡയെ സ്തുതിക്കുന്ന പടിഞ്ഞാറ് നിന്ന് വന്ന ഒരു പേർഷ്യക്കാരൻ ആയിട്ടാണ് ബോധിധർമ്മനെ നമുക്ക് കാണാൻ കഴിയുന്നത്. ചൈനീസിൽ അദ്ദേഹത്തെ ബോസി എന്നാണ് പറയുന്നത്. അതായത് പേർഷ്യൻ ഭാഷയിൽ പേർഷ്യന് ഫാർസി എന്നാണ് പറയുന്നത്. അപ്പോൾ ഫാർസി എന്നതിൻ്റെ ചൈനീസാണ് ബോസി. ഇതിൽ അദ്ദേഹം പറയുന്നത് താൻ 150 വർഷം പ്രായമായ ആളാണെന്നും പല ദേശങ്ങൾ കണ്ടിട്ടുണ്ട്, ഇതുപോലൊരു മഹത്തായ സ്തൂപം ലോകത്ത് വേറെ എങ്ങും കണ്ടിട്ടില്ല എന്നും മറ്റുമാണ് പറയുന്നത്. എന്നിട്ട് കുറച്ച് ദിവസം അവിടെ അദ്ദേഹം ധ്യാനിച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. ഇതിൽ കൂടുതലായിട്ട് ബോധിധർമ്മനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മതത്തെ പറ്റിയോ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തെ പറ്റിയോ ഒന്നും തന്നെ നമുക്കതിൽ കാണാൻ കഴിയുന്നതല്ല. ബോധിധർമ്മൻ ചൈനയിൽ എത്തപ്പെട്ടു എന്ന് പറയുന്ന കാലഘട്ടത്തിൽ പേർഷ്യ ഭരിച്ചിരുന്നത് സസാനിയൻ ഡൈനാസ്റ്റി ആയിരുന്നു. സസാനിയൻ എംപയറിൻ്റെ മെയിൻ മതം സൊറാസ്ട്രിയൻ മതമായിരുന്നെങ്കിലും അതിൻ്റെ കിഴക്കൻ മേഖലകളിൽ അതായത് ബാക്ട്രിയ, സോദ്ഗ്യ മുതലായ ഭാഗങ്ങളെല്ലാം തന്നെ ബുദ്ധമതത്തിന് വളരെ പ്രാമുഖ്യമുണ്ടായിരുന്ന മേഖലകളായിരുന്നു. ഇപ്പം ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ അല്ലെങ്കിൽ പല സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ, തുർക്ക്മെനിസ്ഥാൻ, താജിക്കിസ്ഥാൻ ഇങ്ങനെ മുതലായ രാജ്യങ്ങളെല്ലാം തന്നെ ഇതിന് വളരെ പ്രാധാന്യമുള്ള ഏരിയാസ് ഉണ്ട്. ഇവരെല്ലാം തന്നെ ഇൻഡോ ഇറാനിയൻ വംശത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു. അതുപോലെ തന്നെ ഈ പേർഷ്യൻ അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യൻ മേഖലയിൽ നിന്നുള്ള സന്യാസിമാർ ചൈനീസ് സന്യാസിമാരെ പഠിപ്പിക്കുന്നതിൻ്റെ ചുവർ ചിത്രങ്ങൾ ചൈനയിലെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ നിന്ന് ചില ഗുഹകളിൽ നിന്ന് നമുക്ക് ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിലാണ് ബോധിധർമ്മൻ ഒരു ഇറാനിയൻ അല്ലെങ്കിൽ പേർഷ്യൻ വംശജനാണെന്നുള്ള ഒരു വാദം ചില ചരിത്രകാരന്മാർ ഉന്നയിക്കുന്നത്. ഈ വാദം തെറ്റാണെന്ന് പറയുന്ന മറ്റ് ചില ചരിത്രകാരന്മാരും ഉണ്ട്. അതിനെക്കുറിച്ച് പിന്നീട് പറയുന്നുണ്ട്. ബോധിധർമ്മനെക്കുറിച്ചുള്ള അടുത്ത പരാമർശം 6-ാം നൂറ്റാണ്ടിൽ തന്നെ ജീവിച്ചിരുന്ന താൻലിൻ എന്ന ബുദ്ധസന്യാസി 2 പുസ്തകങ്ങളിൽ എഴുതിയ ആമുഖങ്ങളിലാണ്. ഈ 2 പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ ശിഷ്യരോ അല്ലെ അവരുടെ ശിഷ്യരോ 7-ാം നൂറ്റാണ്ടിലും 8-ാം നൂറ്റാണ്ടിലുമൊക്കെ ആയിട്ട് എഴുതിയതാണ്. എന്തായാലും താൻലിൻ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതുകൊണ്ട് നമ്മൾ ആ കാലഘട്ടമായിട്ട് തന്നെ അതിനെ കണക്കാക്കുന്നു. താൻലിൻ ബോധിധർമ്മൻ്റെ ശിഷ്യനായ ഹുയിക്കയുടെ ശിഷ്യനായിട്ടാണ് അറിയപ്പെടുന്നത്.
ഇതിൽ അദ്ദേഹത്തിൻ്റെ ആമുഖത്തിൽ ബോധിധർമ്മൻ്റെ ചരിത്രം ആയി പറയുന്നത് ബോധിധർമ്മൻ തെക്കേ ഇന്ത്യയിലെ ഒരു വലിയൊരു രാജാവിൻ്റെ മൂന്നാമത്തെ മകനായിരുന്നു. ബോധിധർമ്മൻ കടലും മലകളും താണ്ടിയാണ് ചൈനയിൽ അദ്ദേഹത്തിൻ്റെ മതം പ്രചരിപ്പിക്കാൻ എത്തിയെന്നും മറ്റുമാണ്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് ബോധിധർമ്മൻ്റെ പൂർവ്വജീവിതത്തെ പറ്റിയൊന്നും അതിൽ എഴുതിയിട്ടില്ല. ഈ ഗ്രന്ഥങ്ങളും ഇനി പറയുന്ന പല ഗ്രന്ഥങ്ങളും ചാൻ ബുദ്ധമതത്തിൻ്റെ, അതായത് സെൻ എന്ന് ജാപ്പനീസിൽ അറിയപ്പെടുന്ന ധ്യാന എന്ന സംസ്കൃത വാക്കിൽ നിന്നോ അല്ലെങ്കിൽ പാലിയിലെ ജാന എന്ന വാക്കിൽ നിന്നോ ചൈനീസിൽ ചാനായി മാറിയ ബുദ്ധമത സെക്റ്റിൻ്റെ പുസ്തകങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പുസ്തകങ്ങളിൽ പലയിടത്തും ബോധിധർമ്മനെക്കുറിച്ചുള്ള ഒന്നോ രണ്ടോ വരികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരാമർശങ്ങളാണുള്ളത്. താൻലിൻ്റെ ആമുഖത്തോടു കൂടി ബോധിധർമ്മൻ പേർഷ്യക്കാരൻ എന്നതിൽ നിന്ന് തെക്കേ ഇന്ത്യക്കാരനായിട്ട് മാറുകയാണ്. അതുപോലെ തന്നെ ബോധിധർമ്മൻ കടൽ മാർഗമാണ് ചൈനയിൽ എത്തപ്പെട്ടത് എന്നൊരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷനും ആ ആമുഖത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. താൻലിൻ്റെ ആമുഖത്തിന് ശേഷം ബോധിധർമ്മനെക്കുറിച്ചുള്ള അടുത്ത ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത് 7-ാം നൂറ്റാണ്ടിൽ നിന്നാണ്. അതായത് ബോധിധർമ്മൻ ചൈനയിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നതിന് ഒരു നൂറ്റാണ്ടിന് ശേഷം. ഇത് ദാവോസ്വാൻ എന്ന ആൾ എഴുതിയ ഫർദർ ബയോഗ്രഫീസ് ഓഫ് എമിനന്റ് മങ്സ്, അതായത് അക്കാലത്ത് ജീവിച്ചിരുന്ന പ്രധാനപ്പെട്ട സന്യാസിമാരുടെ ഒരു ലിസ്റ്റായിരുന്നു. അപ്പോൾ അതിൽ ബോധിധർമ്മനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ചേർത്തിട്ടുണ്ട്. ഇത് താൻലിൻ്റെ ആമുഖത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനിൽ നിന്ന് കുറച്ചുകൂടെ അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇതിലേക്ക് ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ബോധിധർമ്മൻ തെക്കേ ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു ബ്രാഹ്മണനായിട്ടാണ് പറയുന്നത്. പിന്നെ ചില ചരിത്രകാരന്മാർ പറയുന്നത് ബ്രാഹ്മണൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കാഴ്ചപ്പാടിലുള്ള ഒരു വർണ്ണ ജാതി വ്യവസ്ഥയിലുള്ള ബ്രാഹ്മണനല്ല. അന്നത്തെ ചൈനീസ് ലിറ്ററേച്ചറിൽ ഇന്ത്യയെ ബ്രാഹ്മണരുടെ നാടെന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഇന്ത്യക്കാരനെ ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്ന ഒരു രീതിയും ചില ചൈനീസ് ലിറ്ററേച്ചറിലുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഇന്ത്യൻ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞതെന്ന് ഉള്ള അഭിപ്രായം ചില ചരിത്രകാരന്മാർക്കുണ്ട്. ബോധിധർമ്മൻ ചൈനയിൽ എത്തിയത് കടലും മലകളും ഒക്കെ താണ്ടിയാണ് എന്ന് താൻലിൻ്റെ ആ വാചകം കുറച്ചുകൂടെ വിപുലപ്പെടുത്തി ബോധിധർമ്മൻ തെക്കൻ ചൈനയിലുള്ള നാന്യു എന്ന സ്ഥലത്താണ് സോങ് ഡൈനാസ്റ്റിയുടെ ഭരണകാലത്താണ് എത്തിയതെന്നും അവിടെ നിന്നാണ് വടക്കൻ ചൈനയിലെ വെയ് രാജ്യത്തിലേക്ക് അദ്ദേഹം പോയതെന്നും ദാവോസ്വാൻ ചേർത്തിട്ടുണ്ട്. അതുമാത്രമല്ല AD 479 ബോധിധർമ്മൻ ചൈനയിൽ എത്തപ്പെട്ടതെന്നും പിന്നീട് ബോധിധർമ്മൻ മരിച്ചത് ലുവോ നദീതീരത്താണെന്നും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഹുയിക്കെ അദ്ദേഹത്തെ ഒരു ഗുഹയിൽ അടക്കിയെന്നും ഉള്ള ഇൻഫർമേഷനും കൂടി അഡീഷണൽ ആയിട്ട് ഒരു നൂറ്റാണ്ടിന് ശേഷം ബോധിധർമ്മനെക്കുറിച്ച് എഴുതപ്പെട്ടു. ബോധിധർമ്മൻ്റെ കഥയിൽ ഇനി മാറ്റങ്ങൾ കാണുന്നത് 8-ാം നൂറ്റാണ്ടിലാണ്. 8-ാം നൂറ്റാണ്ടിൽ മാസ്റ്റർ വൂജി എന്ന ആളുടെ പേര് വയ്ക്കാത്ത ശിഷ്യനോ ശിഷ്യന്മാരോ എഴുതിയ ദ റെക്കോർഡ്സ് ഓഫ് ധർമ്മ ജുവൽസ് ത്രൂ ദ ജനറേഷൻ, ധർമ്മരത്നങ്ങൾ തലമുറകളിലൂടെ എന്നൊരു രചനയിലായിരുന്നു. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വന്നേക്കുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധിധർമ്മൻ്റെ മരണത്തെക്കുറിച്ചാണ്. ഇതിൽ പറയുന്നത് ബോധിധർമ്മനോടുള്ള അസൂയ കാരണം ബോധിരുചി എന്നൊരു സന്യാസിയും ഹുയിഗ്വാൻ എന്നൊരു സന്യാസിയും ബോധിധർമ്മനെ പലവട്ടം വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചുവെന്നും അവസാന ശ്രമത്തിൽ ബോധിധർമ്മൻ സ്വയമേ അത് കഴിച്ചു മരിച്ചു എന്നുമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച സ്കോളേഴ്സിൻ്റെ അഭിപ്രായത്തിൽ ഈ 8-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്ക് സെൻ മതം വളരും തോറും പിളരുകയും ചെയ്തു. ആ സമയത്ത് പല റൈവൽ സെക്റ്റുകളും ഗ്രൂപ്പുകളും സെൻ വിഭാഗത്തിൽ തന്നെ ഉണ്ടായി. അപ്പോൾ ഈ വൂജു എന്ന ഗുരുവിൻ്റെ എതിരാളികളായിരുന്നു ബോധിരുചിയും ഹുയിഗ്വാനും. അപ്പോൾ അവരെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഫലമായാണ് ഈ ബോധിധർമ്മൻ്റെ മരണത്തിൻ്റെ കഥ ഇതിലേക്ക് എഴുതപ്പെട്ടത്. ഇതേ കാലത്ത് എഴുതിയ മറ്റൊരു രചനയാണ് ദ മാസ്റ്റേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ഓഫ് ലങ്കാവതാര സൂത്ര. ഇത് ലങ്കാവതാര സൂത്ര രചിച്ച ഗുണഭദ്രൻ എന്ന സന്യാസിയുടെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെയും പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് ഇതിലുള്ളത്. ഇതിൽ പറയുന്നത് ഗുണഭദ്രൻ്റെ ശിഷ്യനായിരുന്നു ബോധിധർമ്മൻ എന്നാണ്. 8-ാം നൂറ്റാണ്ടിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ബോധിധർമ്മൻ്റെ കഥയിലേക്ക് ചേർക്കപ്പെട്ടു. അത് ഷാവലിൻ മഠവുമായിട്ടുള്ള ബന്ധമായിരുന്നു. സ്കോളേഴ്സിൻ്റെ അഭിപ്രായത്തിൽ ആ സമയമായപ്പോഴേക്കാണ് ചാൻ വിഭാഗത്തിലുള്ള ബുദ്ധമതം ഷാവലിൻ മഠത്തിലേക്ക് സ്വീകരിച്ചത്. പിന്നീടുള്ള കഥകളിലെല്ലാം തന്നെ ബോധിധർമ്മൻ 9 വർഷം ഷാവലിൻ മഠത്തിൽ ധ്യാനിച്ചിരുന്നു എന്ന് ചേർക്കപ്പെട്ടു. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധിധർമ്മൻ്റെ ഷാവലിൻ ബന്ധം പൂർണ്ണമായും മതപരമായിട്ടുള്ള ബന്ധമായിട്ടാണ് എഴുതി ചേർക്കപ്പെട്ടത്. അടുത്ത പരാമർശം